ഞാൻ ഒരു പുതിയൊരു കോളുമായിട്ട് വന്നേക്കട്ടാ. ഞാനൊരു പഴയ കോള് വെച്ചിട്ടുണ്ട് നിനക്ക്. കൃത്യസമയത്ത് ഞാൻ വന്നത്. നമസ്കാരം. സീമന്തപുത്രിക്ക് വേണ്ടി പിണറായി വിജയൻ കട്ടും മോഷ്ടിച്ചും പിടിച്ചുപറിച്ചും ഉണ്ടാക്കിയതും അതിനു പുറമെ മകളും അപ്പനും കൂടി കൂട്ടുനിന്ന് കെട്ടതുമൊക്കെ കൈവിട്ടു പോവുകയാണെന്നാണ് പുതിയ വാർത്ത. അങ്ങനെ പറയരുത് എന്റെ പൊന്നു പണിക്കരെ. ഇടുത്തി വീഴുന്ന പോലല്ലേ ഓരോന്ന് വന്ന് വീഴുന്നത്. എല്ലാം നന്നായി വന്നാലും ദുഷ്ടശക്തികൾ വല്ല പ്രയോഗവും നടത്തിയിട്ടുണ്ടെങ്കിൽ അരിഷ്ടതകൾ വരാം. ഇനി ആ വഴി കൂടി ഒന്ന് നോക്കട്ടെ. അങ്ങനെ ഒടുവിൽ അതും സംഭവിക്കുകയാണ്. വീണ വിജയന്റെ പേരിലുള്ള സ്വത്തെല്ലാം കണ്ടുകെട്ടാൻ ഇഡി തീരുമാനിച്ചു. തീരുമാനം ആയോ? എന്താണ് തീരുമാനം? ഇതൊരു ചെറിയ വാർത്തയല്ല. തെറ്റ് ചെയ്തവൻ എന്നാണെങ്കിലും കണക്കു പറഞ്ഞ് ശിക്ഷ എണ്ണി വാങ്ങേണ്ടി വരുമെന്നുള്ളതിന് കൃത്യമായി കണ്ണു തുറന്ന് കാണാൻ കഴിയുന്ന ഉദാഹരണമാണ് വീണയുടെ സ്വത്ത് കണ്ടുകെട്ടാൻ പോകുന്നത്. ഈ മകൾക്ക് വേണ്ടിയാണല്ലോ കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ പിണറായി വിജയൻ എന്ന മനുഷ്യൻ പറ്റിച്ചത്. ഈ മകൾക്ക് വേണ്ടിയാണല്ലോ അണികളെയൊക്കെ ഇരുമ്പഴിക്കുള്ളിലാക്കിയും കൊന്നൊടുക്കിയും പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ മുടിചൂടാ മന്നനായി വാഴാൻ മോഹിച്ചത്. അധികാരം പിടിച്ചെടുത്തത്. ഒടുവിൽ എന്തായി? സമ്പാദിച്ചു വെച്ചതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാവുന്നു. 2 നാൾ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. പിണറായിക്ക് ഭഗവാനെ വിശ്വാസമുണ്ടാകില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് നേതാവ് എങ്ങനെ ഈശ്വരന് മുന്നിൽ പോലും കൈകൂപ്പി നിൽക്കും? പിണറായി അടക്കമുള്ള പല നേതാക്കളും ദൈവങ്ങൾക്കും ബിംബങ്ങൾക്കും മുന്നിൽ കൈകെട്ടി താൻ ആരാടോ എന്ന ഭാവത്തിൽ നിന്ന ചരിത്രം ഒരുപാട് കണ്ടതാണ് കേരളം. പക്ഷേ ഒടുവിൽ പിണറായി കളിച്ചത് അയ്യപ്പനോടാണ്. അയ്യപ്പന്റെ മണ്ണിൽ കടന്ന് കക്കാൻ കൂട്ടുനിന്നത് മുതൽ പിണറായിയുടെ ശനി ആരംഭിച്ചു എന്ന് വേണം പറയാൻ. ഞാനത് 3-4 ദിവസമായി കണ്ടുവരുന്നത്. ഇന്നത് കയ്യോടെ പിടിച്ചപ്പോൾ അവിടുന്ന് ഒരു രക്ഷപ്പെട്ടതേ വരെ. പാവനമായ മണ്ണിൽ സ്ത്രീകളെ കയറ്റി ക്ഷേത്രത്തിന്റെ വിശുദ്ധി കാലാകാലങ്ങളായി അനുവർത്തിച്ചു വന്ന മാമൂലുകൾ, വിശ്വാസങ്ങൾ ഒക്കെ തച്ചുടച്ചുകൊണ്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസി സമൂഹത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് പിണറായി തന്റെ രാഷ്ട്രീയ അധികാരം വിനിയോഗിച്ചപ്പോൾ പിണറായിയുടെ തോളിലെ മാറാപ്പ് ആദ്യം ദൈവം പണിഞ്ഞു വെച്ചു. ഇപ്രാവശ്യത്തേക്ക് മാപ്പാകണം സാർ, ഇനി മേൽ ആവർത്തിക്കില്ല. തെറ്റ് ചെയ്ത് കഴിഞ്ഞ് ശിക്ഷിച്ചിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ തന്നെ ശിക്ഷിക്കാന്മാരെയൊക്കെ കൈ കിട്ടണ്ടേ? പിന്നീട് ആ മണ്ണിലുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ കട്ടും മോഷ്ടിച്ചും നാടുകടത്തിയപ്പോൾ, അയ്യപ്പന്റെ പൊന്നെല്ലാം ഉരുക്കി പണിത് ചെമ്പാക്കി മാറ്റിയപ്പോൾ പിണറായി ഇരുന്ന കേരളത്തിന്റെ രാജസിംഹാസനം തന്നെ കുലുങ്ങി തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് ഇവനെ പോലുള്ളവന്മാരെ ഇനി ഇവിടെ വെച്ചോണ്ടിരുന്ന ഈ കൂട്ടി കിടക്കണ വന്യമൃഗങ്ങളൊക്കെ വിശന്ന് പൊരിഞ്ഞ് പൂച്ചകളാവും സാർ. പ്രസ്ഥാനത്തിന് അയ്യപ്പന്റെ പൊന്നും പണ്ടവും കട്ടവരെയൊക്കെ തങ്ങളുടെ അണികളാണെന്ന് പറഞ്ഞു ചേർത്ത് നിർത്താം. പാർട്ടി തെറ്റുകാരനാണ് എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് തെളിവുകൾ സഹിതം 101% ഉറപ്പാകുന്നതുവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ മറ്റു ശിക്ഷാ നടപടികൾ നടപ്പാക്കുകയോ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറയാം. പക്ഷേ മനുഷ്യർ തെറ്റ് ചെയ്യുകയും അതിന് ചോദ്യം ചെയ്യേണ്ട അധികാരികൾ കണ്ണടയ്ക്കുകയും ചെയ്യുന്നിടത്ത് ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കേരള മുഖ്യമന്ത്രി സ്ഥാനത്ത് 10 വർഷം ഇരുന്ന പിണറായി വിജയൻ എന്ന മനുഷ്യൻ തല കുനിച്ച് നാണം കെട്ട് ഭരണകസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.